ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിൻ ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. മഹിമ കണ്ട സാക്ഷി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലനായ പത്രോസ് പൊതുവിലെഴുതിയ ലേഖനത്തിൽ, രണ്ടാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നല്ല ധൈര്യത്തോടെ നല്ല പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, ഞങ്ങൾ
അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടല്ല, ചില തോന്നലുകൾ പറഞ്ഞുകൊണ്ടല്ല, ചില ഊഹങ്ങൾ വെച്ചുകൊണ്ടല്ല, ചില ധാരണകൾ വെച്ചുകൊണ്ടല്ല, ചില ചിന്തകളിൽ അടിയുറച്ച് നിന്നുകൊണ്ടല്ല. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. മഹിമ കണ്ട സാക്ഷികൾ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഉള്ളിൽ കൊതി പൂണ്ട് ആഗ്രഹിക്കണം, കർത്താവേ, നിൻ്റെ മഹിമ കണ്ട സാക്ഷിയാകാൻ എനിക്ക് ഭാഗ്യം നൽകണമേ എന്ന്. കർത്താവേ, നിൻ്റെ മഹിമ കണ്ട സാക്ഷിയായിത്തീരാൻ എനിക്ക് ഈ തലമുറയിലൊരു ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പത്രോസ് ഒരിക്കലും ഈ മഹത്തായ അനുഭവത്തിൻ്റെ തേജോമയമായ സോപാനത്തിലേറുമെന്ന് കരുതിയിരുന്ന വ്യക്തിയല്ല. ഭീരുവായിരുന്നു, ഭയപ്പെടുന്നവനായിരുന്നു, ചഞ്ചല ഹൃദയനായിരുന്നു, എടുത്തുചാട്ടമുള്ളവനായിരുന്നു, ധൃതി പിടിച്ച് പലതും പറയുന്നവനായിരുന്നു, വളരെ തിടുക്കത്തിൽ ചില അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നവനായിരുന്നു, ആലോചന കൂടാതെ സംസാരിക്കുന്നവനായിരുന്നു, യാതൊരു കാര്യത്തിലും വ്യക്തമായ തീരുമാനശക്തി ഇല്ലാത്തവനായിരുന്നു. പക്ഷേ അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ഞാൻ മഹിമ കണ്ട സാക്ഷിയായി തീരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു എന്ന്. മഹിമ കണ്ട സാക്ഷിയായി തീർന്നു. മഹിമ കണ്ടവനായിരുന്നില്ല, പക്ഷേ മഹിമ കണ്ട സാക്ഷിയാക്കി എന്നെ ദൈവം തീർത്തു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പഴയ ജീവിതത്തിലേക്ക് നോക്കിയാൽ അഭിമാനകരമായി ഒന്നും ഉണ്ടായിരുന്നില്ല. അതത്രേ നമ്മുടെയും അനുഭവം. പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് സ്വന്തമായി നല്ലത് എന്ന് പറയുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കറവിരണ്ട ജീവിതമാണ്, ചെളിയേശിയ ജീവിതമാണ്. പലതരത്തിലുള്ള തെറ്റുകൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വന്നു എന്നുള്ളതിന് സംശയമില്ല. അപ്പോസ്തലന് ഓർക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ, എൻ്റെ ജീവിതത്തിൽ വന്നതായ പാകപ്പിഴകൾ. ഞാൻ 3.5 വർഷം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, അതിശയങ്ങളിൽ പങ്കാളിയായി. പക്ഷേ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനനുസരിച്ച് നിന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനായി പോയല്ലോ. എങ്കിലും മഹിമ കണ്ട സാക്ഷ്യം വഹിപ്പാൻ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തിയല്ലോ. അപ്പോസ്തലനായ പത്രോസിന് ധൈര്യമുണ്ട്, പ്രാഗൽഭ്യമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. പ്രിയ സ്നേഹിതരെ, മഹിമ കണ്ട സാക്ഷിയാകാൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുക. മഹിമ കാണുക, ക്രിസ്തുവിൻ്റെ മഹിമ കാണുക. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കാം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. താബോർ മലയുടെ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ തേജസ് അപ്പോസ്തലനായ പത്രോസ് കണ്ടതാണ്. താബോർ മലയുടെ ഉന്നതത്തിൽ മോശയും ഏലിയാവും ഇറങ്ങി വന്ന് ക്രിസ്തുവിനോട് സംഭാഷിക്കുന്നത് അപ്പോസ്തലനായ പത്രോസ് നേരിട്ട് കണ്ടതാണ്. ആ തേജസ്സിൽ മതിമയങ്ങി മനസ്സ് ലയിച്ച് അവിടെ ഇരുന്നു പോയതാണ്. അപ്പോസ്തലന് ഓർമ്മയുണ്ട്, അന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന് ആ മഹിമയുടെ അനുഭവം അത് ജീവിതത്തിൽ അലിഞ്ഞ് ലയിച്ച് ഹൃദയത്തിൽ നിറഞ്ഞ അനുഭൂതി മധുരമായി തീർന്നപ്പോൾ നിർവൃതിയിൽ ലയിച്ച് അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന്. സഹോദരങ്ങളെ, മഹിമ കണ്ട സാക്ഷിയാകുക അതൊരു പദവിയാണ്. ഈ ലേഖനം അപ്പോസ്തലൻ എഴുതുന്നത് അപ്പോസ്തലൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തോടടുത്താണ്. അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളും പീഡകളും കഷ്ടതകളും വരുന്നു എന്ന്
അപ്പോസ്തലൻ അറിഞ്ഞപ്പോൾ ഒരു സമയം അപ്പോസ്തലൻ യെരൂശലേം വിട്ട് ഓടിപ്പോകാൻ തുടങ്ങി എന്ന് ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. കോവാദീസ് എന്ന പ്രസിദ്ധമായ ഒരു പദം പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നീ എങ്ങോട്ട് പോകുന്നു എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം, കോവാദീസ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പത്രോസ് ക്രൂശിനെ ഭയന്ന് ഓടിയ വ്യക്തിയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച യെരൂശലേമിൽ ഒരു സുസ്ഥിതി ലഭിക്കുകയില്ല എന്ന് അപ്പോസ്തലന് മനസ്സിലായി. ശിഷ്യന്മാരെയും ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, കഠിനമായ യാതനകളും ദുരിതങ്ങളും വരും, കൊല്ലും. യഹൂദ മതമേധാവികൾ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും എന്ന് അപ്പോസ്തലന് മനസ്സിലായി. അപ്പോസ്തലൻ യെരൂശലേം വിട്ട് ഓടിപ്പോയി എന്നാണ് ഒരൈതിഹ്യം കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോകുമ്പോഴുണ്ട് ഇതാ യേശുക്രിസ്തു നേരെ എതിരെ വരുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാൻ നേരെ എതിരെ വരുന്നു. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എങ്ങോട്ട് പോകുന്നു? കർത്താവേ, നീ എങ്ങോട്ട് പോകുന്നു? യേശു തമ്പുരാൻ പറഞ്ഞു എന്നാണ് ഐതിഹ്യം, ഞാൻ യെരൂശലേമിൽ വീണ്ടും ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ യെരൂശലേമിൽ വീണ്ടും മരിക്കാൻ പോവുകയാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവേ. എൻ്റെ പ്രിയ ശിഷ്യന്മാർ എൻ്റെ സാക്ഷികളായി നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഏറ്റ പീഡയും ദുരിതവും കഷ്ടവും സങ്കടവും കണ്ട് എൻ്റെ ശിഷ്യന്മാർ ഭയന്നോടുന്നവരായിരിക്കുകയില്ല. അവരവിടെ എൻ്റെ സാക്ഷ്യം വഹിച്ചു നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ എൻ്റെ പ്രിയ ശിഷ്യൻ യെരൂശലേം വിട്ട് ഓടുന്നത് കണ്ടപ്പോൾ അപ്പോൾ അവിടെ വീണ്ടും മരിക്കാൻ, വീണ്ടും കുരിശിക്കപ്പെടാൻ ഞാനിതാ പോവുകയാണ് എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. യേശുവിൻ്റെ കണ്ണീർ ഉറന്നുകൂടി. അപ്പോസ്തലൻ നോക്കിയപ്പോൾ വികാരത്തിൻ്റെ ആ വേലിയേറ്റത്തിൽ അപ്പോസ്തലൻ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ അപ്പോസ്തലന് മനസ്സിലായി യേശു അസഹ്യമായ വേദന കൊണ്ട്, ദുഃഖം കൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞതെന്ന്. അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവേ, നീ ഇനിയും ക്രൂശിക്കപ്പെടാൻ ഇടവരികയില്ല. ഞാൻ ക്രൂശിക്കപ്പെടാം, ഞാൻ പോകാം, ഞാൻ യെരൂശലേമിലേക്ക് ഞാൻ മടങ്ങിപ്പോകാം. അപ്പോസ്തലൻ ഉടനെ ധൈര്യം പൂണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നുവെന്നും അപ്പോസ്തലൻ യെരൂശലേമിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുവെന്നും സത്യസുവിശേഷത്തിൻ്റെ മധുരമതമനോഹരമായ സാക്ഷ്യം അപ്പോസ്തലൻ ആ യെരൂശലേമിൽ പ്രസ്താവിച്ചു എന്നും അപ്പോസ്തലൻ അല്പം പോലും അധൈര്യം കൂടാതെ യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയെന്നും നാം തുടർന്ന് ആ ഐതിഹ്യത്തിൽ കാണുന്നു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോസ്തലൻ ഒടുവിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. അപ്പോസ്തലനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, പടയാളികളോട് പറഞ്ഞു, നിങ്ങളെന്നെ ക്രൂശിക്കുകയല്ലേ, ഒരു ഉപകാരം നിങ്ങളെനിക്ക് ചെയ്യുമോ? എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യുമോ? എന്താണ്? അതേ, എന്നെ തലകീഴായി ക്രൂശിച്ചാൽ കൊള്ളാം. എൻ്റെ നാഥനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. എൻ്റെ നാഥൻ്റെ പാദം മുത്തിക്കൊണ്ട് മരിക്കാൻ എന്നെ അനുവദിക്കൂ. ആ കുരിശിൽ മരിച്ച എൻ്റെ രക്ഷകൻ്റെ, എൻ്റെ ഗുരുനാഥൻ്റെ പാദം മുത്തിക്കൊണ്ട് മരിക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കൂ, എന്നെ തലകീഴായി ക്രൂശിക്കൂ എന്ന് അപ്പോസ്തലൻ പറഞ്ഞുവെന്നും അങ്ങനെ പത്രോസ്ലീഹായെ തലകീഴായി ക്രൂശിച്ചുവെന്നുമാണ് ആ ഐതിഹ്യം തുടർന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഒരു ഉദ്ദേശമുണ്ട്. മഹിമ കണ്ട സാക്ഷിയാകുക അതൊരു പദവിയാണ്, അതൊരു ഭാഗ്യമാണ്. ലോകം നമ്മെ വെറുക്കും, ലോകം നമ്മെ ചെറുക്കും, ലോകം നമ്മെ തെറ്റിദ്ധരിക്കും, പലരും നമ്മെ കുറ്റപ്പെടുത്തും, ചിലർ നമ്മെ ഒറ്റപ്പെടുത്തും, എല്ലാവരും നമ്മെ പരിഹസിക്കും, സകലരും നമ്മെ പകയ്ക്കും. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം എല്ലാവരും പകയ്ക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാ വിധത്തിലും പീഡയുണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നെന്ന് ചിന്തിക്കുന്ന കാലം വരുമെന്ന് പോലും നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി. നിങ്ങളെ പീഡിപ്പിക്കുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നെന്ന് പറയുന്ന കാലം വരും. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത് പോലെ ഒരു വളരെ സന്തോഷകരവും ദൈവത്തിന് പ്രസാദകരവുമായൊരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് തോന്നുമാറ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദൈവജനത്തെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കഠിനമായി അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യും
എന്ന് നമ്മുടെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. അനുഭവങ്ങൾ തലമുറകളായി അനുഭവങ്ങൾ അതല്ലയോ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അത് സുഖകരമായ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം അത് ക്ലേശകരമായ ജീവിതമാണ്. അത് കുരിശിൻ്റെ ജീവിതമാണ്. അത് യാതനയുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കഠിനമായ ക്ലേശത്തിൻ്റെ ജീവിതമാണ്. പ്രശ്നത്തിൻ്റെയും ദുരിതങ്ങളുടെയും മധ്യത്തിൽ ആകുലപ്പെടാതെ, വാടിപ്പോകാതെ, തളർന്നു പോകാതെ, അല്പം പോലും കൂസലില്ലാതെ യേശുക്രിസ്തു പോയ അതേ പാതയിലൂടെ കുരിശും പേറി പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പറയാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഭയത്തോടെയാണ് ഈ വാക്കുകൾ പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, അവിടുന്ന് പോയ അതേ വഴിയിൽ കൂടെ എല്ലാവരും ഉപേക്ഷിച്ച് ആരും കൂടെയില്ലെന്നുള്ള സ്ഥിതിയിൽ, ആരും താങ്ങാനില്ലാതെ, ആരും തുണയില്ലാതെ, ആരും ഒരു നല്ല വാക്ക് പറയാനില്ലാതെ, ഒരു സഹതാപത്തിൻ്റെ വാക്ക് ആരിൽ നിന്നും വരാതെ, എല്ലാവരാലും നിരസിക്കപ്പെട്ട്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, എല്ലാവരാലും ഉപദ്രവിക്കപ്പെട്ട്, എൻ്റെ ദൈവമേ, അങ്ങനെ പോകാനുള്ള ഒരു സമർപ്പണം എനിക്കുണ്ടോ? ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ബ്ലെസ്സിങ് ലഭിക്കണമോ ബ്ലീഡിങ് വേണം. ദൈവത്തിന് സ്തോത്രം. ക്രൗൺ ലഭിക്കണമോ ക്രോസ് വേണം. അതേ കിരീടം വേണമോ തീർച്ചയായും ഒരു കുരിശ് കൂടിയേ കഴിയൂ. കുരിശിന് ശേഷമാണ് കിരീടം, ക്രോസിന് ശേഷമാണ് ക്രൗൺ. ബ്ലെസ്സിങ് വേണമോ ബ്ലീഡിങ് കൂടിയേ കഴിയൂ. രക്തച്ചൊരിച്ചിൽ വേണം, കഠിനമായ യാതന വേണം, കഠിനമായ വേദന സഹിക്കണം വേണം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സഭയുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ പീഡയേറ്റവരുടെ ചരിത്രമാണ് നമുക്ക് കാണാനുള്ളത്. മാർട്ടിൻ ലൂതർ കഠിനമായ പീഡയേറ്റു. ജോൺ കാൽവിൻ കഠിനമായ പീഡയേറ്റു. ജോൺ നോക്സ് കഠിനമായ പീഡയേറ്റു. ആരെല്ലാം ജീവിത വിശുദ്ധി തികച്ചുകൊണ്ട് ഈ തലമുറയിലും കഴിഞ്ഞ തലമുറകളിലും നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം പീഡയുടെ ചരിത്രമുണ്ട്. അവിടെയെല്ലാം ത്യാഗത്തിൻ്റെ ബലിവേദിയുണ്ട്. അവിടെയെല്ലാം ക്രൂസിൻ്റെ അത്ഭുതകരമായ വിജയമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശൊരു പരാജയമല്ല, കുരിശ് വിജയമാണ്. അപ്പോസ്തലനായ പത്രോസ് മഹിമ കണ്ട സാക്ഷിയായി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പഴയകാലം അത്ര ശോഭനമായിരുന്നില്ല. പഴയകാലം ഭീരുത്വത്തിൻ്റെ കാലമായിരുന്നു. പഴയകാലം ഭയത്തിൻ്റെ കാലമായിരുന്നു. പഴയകാലം തളർച്ചയുടെ കാലമായിരുന്നു. പഴയകാലം പരാജയത്തിൻ്റെ കാലമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വിമാനം കണ്ടുപിടിച്ചതിനെക്കുറിച്ച്? വിമാനം കണ്ടുപിടിച്ചത് 1903 റൈറ്റ് സഹോദരന്മാർ എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. ബിഷപ്പ് റൈറ്റ് എന്ന് പറയുന്ന ആളുടെ മക്കളാണ് ഈ വിമാനം കണ്ടുപിടിച്ചത്. ഒന്ന് വിൽബർട്ട് എന്നു പേരുള്ള ഒരാൾ, മറ്റൊരാൾ ഓർവില്ലി എന്ന് പറയുന്നയാൾ. അവർ രണ്ടുപേരും, വിൽബർട്ടും ഓർവില്ലിയും, ഈ 2 യുവാക്കന്മാർ അവരാണ് വിമാനം കണ്ടുപിടിച്ചത്. അവർ 1903 വിമാനം കണ്ടുപിടിക്കുന്നതിന് ഒരു 20 വർഷം മുൻപ് ഒരു ദിവസം അവരുടെ അപ്പനായ ബിഷപ്പ് റൈറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഈ ബിഷപ്പ് സംസാരിച്ചതെന്നോ? ലോകത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ വലിയ അതിശയങ്ങൾ നടക്കുന്നു, ലോകം മുന്നോട്ട് ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു, ഇതെല്ലാമാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു, അല്ല, മനുഷ്യൻ്റെ ബുദ്ധി എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും നാളുകൾക്കുള്ളിൽ മനുഷ്യൻ ആകാശത്തിൽ പറവയെപ്പോലെ പറക്കാൻ കഴിയും എന്ന് ആ സ്നേഹിതൻ പറഞ്ഞു. ഉടനെ ബിഷപ്പ് റൈറ്റ് പറഞ്ഞു, നോ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതേതായാലും നടക്കുകയില്ല, അത് തീർത്തും അസാധ്യമാണ്. ഒരു മനുഷ്യനും ആകാശത്തിൽ പക്ഷിയെപ്പോലെ പറക്കാൻ അതേതായാലും നടക്കുകയില്ല. മത്സ്യങ്ങളെപ്പോലെ വെള്ളത്തിൽ നീന്താൻ മനുഷ്യന് കഴിയുന്നുണ്ട്, അത് വെള്ളത്തിൽ മനുഷ്യൻ നീന്തും. അല്ല, മനുഷ്യൻ ഈ വെള്ളത്തിലുള്ള കപ്പലോ ബോട്ടോ പോലുള്ള വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യാം. പക്ഷേ ഈ ആകാശത്തിൽ പറവയെപ്പോലെ പറക്കുക അതേതായാലും ഒരു കാലത്ത് സംഭവിക്കില്ല, തറലി ഇമ്പോസിബിൾ, ബിഷപ്പ് റൈറ്റ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ബിഷപ്പ് റൈറ്റിൻ്റെ മക്കൾ 2 പേരും, ഓർവില്ലിയും വിൽബർട്ടും, അവർ 2 പേരും അത് പറഞ്ഞു കഴിഞ്ഞ്, അവരുടെ അപ്പൻ അത് പറഞ്ഞു കഴിഞ്ഞ് 20 വർഷം തികയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ്, അവർ 2 പേരും വിമാനം കണ്ടുപിടിച്ചു. അതിശയം! ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അത്ഭുതകരമായ അനുഭവങ്ങൾ ആ വിൽബർട്ടിൻ്റെയും ഓർവില്ലിയുടെയും പ്രവർത്തനം കൊണ്ടും അവരുടെ ഉത്സാഹം കൊണ്ടും സാധ്യതപ്രായമായി വിമാനം കണ്ടുപിടിച്ചു.
ഇതൊരു സംഭവമാണ്. ഞാനിത് പറയാൻ കാരണമുണ്ട്. എന്താണെന്നോ, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനിൽ അത്ഭുതം നിവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ഇപ്പോൾ പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടത്തിത്തരണം, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടെന്ന്, ഇനി എനിക്കൊരു ഉദ്ധാരണമുണ്ട് എന്ന്, എനിക്കൊരു വിജയമുണ്ട് എന്ന്, എനിക്കൊരു നല്ല കാലമുണ്ട് എന്ന്, എനിക്കൊരു ശോഭനമായ ഭാവിയുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം തകർന്നു എന്ന് വിചാരിക്കുന്ന ജീവിതങ്ങൾ, ഭാവി അടഞ്ഞുപോയി എന്ന് വിചാരിക്കുന്ന ജീവിതങ്ങൾ, സകലവും പ്രതികൂലമെന്ന് ചിന്തിക്കുന്നതായ ജീവിതങ്ങൾ, അങ്ങനെയുള്ള ജീവിതങ്ങളിൽ അത്ഭുതകരമായ മാറ്റം വരുത്താൻ കർത്താവായ യേശുവിന് കഴിയും. ചഞ്ചല ഹൃദയനായ ശീമോനെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി ധീരനും സാഹസികനുമായി മാറ്റുവാൻ ധൈര്യത്തിൻ്റെ ചങ്കുറപ്പോടെ നിന്നുകൊണ്ട് മരണത്തെ തൃണവൽഗണിക്കുന്ന അത്യപൂർവമായ അനുഭൂതി വിശേഷത്തിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു. ശീമോൻ പത്രോസിന് അതിനുള്ളതായ ഭാഗ്യം കരുണയുള്ള കർത്താവ് നൽകി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ പ്രകൃതം മാറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ, എൻ്റെ പ്രകൃതം നീ ഒന്ന് മാറ്റിത്തരണം. ദൈവമേ, ശീമോൻ്റെ സ്വഭാവം മാറ്റിയ ജീവനുള്ള ദൈവമേ, ഞാനിപ്പോൾ നിന്നോടൊന്ന് പറയട്ടെ, ശീമോൻ്റെ ഭീരുത്വം മാറ്റിയ ജീവനുള്ള ദൈവമേ, ശീമോൻ്റെ ചാഞ്ചല്യം മാറ്റിയ ജീവനുള്ള ദൈവമേ, ശീമോൻ്റെ ഭയപ്പാട് മാറ്റിയ ജീവനുള്ള ദൈവമേ, ശീമോൻ്റെ ജഡ സ്വഭാവം മാറ്റിയ ജീവനുള്ള ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി എന്നെ പാറ പോലെ ഉറപ്പുള്ളവനാക്കി തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. പത്രോസ് എന്ന് ആ വാക്കിന്, പീറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഗ്രീക്ക് പദം പീറ്റർ എന്ന പദത്തിന് പാറ എന്നാണ് അർത്ഥം. അതിൻ്റെ അറമൈക് പദമാണ് അറമൈക് പദമാണ് കേഫ എന്ന പദം. രണ്ടിൻ്റെയും അർത്ഥം പാറ എന്നാണ്. സഹോദരങ്ങളെ, പാറ പോലെ ഉറപ്പുള്ളവനാക്കി ദൈവം തീർത്തു. നമുക്ക് വായിക്കാം, ബൈബിളിൽ നമുക്ക് ആ ഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോൻ, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഊന്നി പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നാളെയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു ശുഭകാലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ച് നിരാശയിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയായിരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഒരു കുടുംബം എന്നെ കണ്ട് സംസാരിക്കുകയുണ്ടായി. അതിൽ ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതാനും വർഷം മുൻപ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞാണ് പുറപ്പെട്ടത്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാണ് പുറപ്പെട്ടത്. കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു. കുടുംബമായി മരിക്കാമെന്ന് ചിന്തിച്ചു. കടം വന്നു കൂടി. എല്ലാം ജപ്തിയായി, ജപ്തി നോട്ടീസായി, എല്ലാം തകർന്നു. ആ കുടുംബം ഇന്ന് സമാധാനത്തോടെ കഴിയുന്നു, സന്തോഷത്തോടെ കഴിയുന്നു. ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയി. എൻ്റെ കർത്താവേ, അത്ഭുതങ്ങൾ നടക്കുന്നല്ലോ. ആ കുടുംബം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇന്ന് ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കടമെല്ലാം മാറി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളുടെ കടമെല്ലാം മാറി. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയിൽ വന്ന് ജീവൻ്റെ വചനം കേട്ടു. ജീവൻ്റെ വചനം ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു. യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അനുഭവമായി. യേശുക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ ആ കുടുംബത്തെ കണ്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചില്ല. അവരോട് വ്യക്തിപരമായി സംസാരിച്ചില്ല. അവർ ഒന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവത്തിന് സ്തോത്രം. വചനം കേട്ടപ്പോൾ വചനം അവരുടെ ഹൃദയത്തെ തൊട്ടു. വചനം കേട്ടപ്പോൾ വചനം അവരുടെ ഉള്ളത്തെ തൊട്ടു. വചനം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. യേശുക്രിസ്തു അവരിൽ പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുടുംബമായി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. ദൈവം അവരോടുകൂടെ ഇരിക്കട്ടെ. അവരെ ആശീർവദിക്കട്ടെ. അവരുടെ തലമേൽ യേശുവിൻ്റെ കരം വയ്ക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം അവരെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നാളെ
നാളെയോർത്ത് ആകുലപ്പെടുന്നവരെ, ഇനി ഒരു നല്ല കാലമുണ്ട് എന്ന് അല്പം പോലും പ്രതീക്ഷയില്ലാതെ മനസ്സ് കലങ്ങിയിരിക്കുന്നവരെ, എനിക്ക് 10 രൂപ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുമോ സംശയിച്ചിരിക്കുന്നവരെ, എൻ്റെ കടം തീരുമോ, എൻ്റെ രോഗം മാറുമോ, എൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവം മാറുമോ, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതായി തീരുമോ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുമോ, ഇന്ന് കുടിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹം ഒരു സത്യമാനസാന്തരത്തിലേക്ക് വരുമോ? ഭാരത്തോടിരിക്കുന്നവരെ, നിങ്ങൾ കേൾക്കൂ, യേശു ജീവിക്കുന്നു. നിങ്ങൾക്ക് മഹിമ കണ്ട സാക്ഷികളാകാം. യേശുവിനെ നിങ്ങൾക്ക് സാക്ഷിക്കാം. യേശുവിനെ നിങ്ങൾക്ക് ഉയർത്താം. യേശുവിനെ നിങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവൻ മരിച്ചു തീർന്നു പോയില്ല. ക്രൂസിൽ പരാജയമായില്ല. അവൻ ക്രൂസിന് ശേഷം അവനിതാ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ തലമുറകളെ പ്രകമ്പനം ചെയ്യിച്ചുകൊണ്ട് അവനിന്ന് ജീവിക്കുന്നു. പ്രിയരെ, ആളത്വങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അവനിന്ന് ജീവിക്കുന്നു. അവനിതാ നിങ്ങളുടെ അരികത്തൂടെ നടക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപത്തൂടെ അവനിപ്പോൾ നടന്നു വരുന്നു. അവനെ നിങ്ങളൊന്ന് വിളിപ്പീൻ. നാഥാ, എൻ്റെ ആയുസ് നിന്റെ കൈകളിലേക്ക് തരുന്നു. എൻ്റെ തകർന്നു പോയ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ തരുന്നു. എന്നെ നിന്റെ കരങ്ങളിലൊന്ന് വഹിക്കണമേ. എന്നെ നീ ഒന്ന് കഴുകണമേ. എൻ്റെ പഴയ സ്വഭാവം നീ ഒന്ന് മാറ്റണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ സിംഹാസനം ഇട്ട് വാഴണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ. ദൈവത്തോട് യാചിപ്പീൻ ദൈവജനമേ. നിങ്ങളുടെ ഹൃദയം സമർപ്പിപ്പീൻ ദൈവജനമേ. ഹൃദയം ക്രിസ്തുവിൻ്റെ പാദമെടുത്ത് സമർപ്പിപ്പീൻ. ക്രൂസിൻ്റെ പാത തെരഞ്ഞെടുക്കുവീൻ. നിന്നയുടെ വഴിയിലേക്ക് തിരിയുവീൻ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകുവാൻ, മഹിമകളുടെ സാക്ഷികളാകുവാൻ നിങ്ങൾ ഒരുങ്ങുവീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഈ പ്രിയമക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ വാക്കുകളെ കേട്ട ഓരോരുത്തരുടെ മേലും എൻ്റെ നാഥൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ ഇപ്പോൾ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം പോക്കുന്ന തൃക്കരം, പാവിയെ കഴുകുന്ന തൃക്കരം കർത്താവേ, തിരക്തം പുരണ്ട തൃക്കരം എൻ്റെ കരുണയുള്ള കർത്താവേ, പാപത്തെ കഴുകി ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധകരം ഇപ്പോൾ ഓരോരുത്തരുടെ ശിരസിൽ വെക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. ജീവിത ശാന്തി നൽകണമേ. ശോഭന ഭാവി നൽകണമേ. അനുഗ്രഹീതമായ നല്ല കാലങ്ങൾ നൽകണമേ. പാപബന്ധനങ്ങൾ അഴിക്കണമേ. പൈശാചിക കോട്ടകൾ തകർക്കണമേ. ഭൂതബാധകൾ അകറ്റണമേ. രോഗസൗഖ്യം ഇറങ്ങി വരണമേ. കടബാധ്യതകൾ മാറ്റണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.